ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക എന്നുള്ളത് 4 മദ്ഹബിലും നിർബന്ധ. കഴിവില്ലാത്തവർ പിന്നെ എന്തുണ്ട്, പിന്നെ ഒരു സാധ്യമാകുന്ന രൂപത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന റൂട്ടിൽ തന്നെ 4 മദ്ഹബും പോകുന്നത്. ഇപ്പോ ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. അത് നിൽക്കാൻ കഴിയാത്തവർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആര് നിൽക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കണം ഇത് നിൽക്കാൻ കഴിയാത്തവർക്കുള്ളതാണ് എന്നുള്ളത്. പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നിങ്ങനെ വരും, എന്നിട്ട് പിന്നെന്താകും, ഇരുന്നങ്ങോട്ട് നിസ്കരിക്കും. അപ്പൊ ന്യായം പറഞ്ഞാൽ എന്താ, നമുക്ക് സുജൂദിൽ പോകുക, അതുപോലെ അത്തഹിയാത്തിൽ കാല് മടക്കി ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ആ ചെമ്പ്രപ്പയിട്ട് ഇരിക്കണ്ടല്ലോ, അതൊരിക്കലും കഴിയൂല, കാല് മടങ്ങി കിട്ടൂല എന്നൊക്കെ. അപ്പൊ അതിപ്പോ ചെറുപ്പക്കാര് പ്രായമുള്ളവർ എന്ന് നോക്കണ്ടാവോ, ആർക്കൊക്കെ സാധിക്കൂല എന്ന് ഓരോരുത്തർക്കും എല്ലാം അറിയാം. ഇപ്പൊ കാലിന്റെ ഈ പറയുന്ന പ്രയാസങ്ങൾ ചിലപ്പോൾ ചെറുപ്പക്കാർക്കും ചിലപ്പോൾ ഒന്നും ഉണ്ടായില്ല. അവരെ കണ്ടാൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല, അവർ നടന്നു വരുന്നുണ്ടാകും. അപ്പൊ അവര് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ആ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇരിക്കുന്നു. അവിടെയാണ് ഈ പ്രശ്നം. റുക്കൂ ഒക്കെ ചിലപ്പോൾ നിന്നാണ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സുജൂദ് അത്തഹിയാത്തിനൊക്കെയാണ് ഇപ്പൊ ഈ പറയുന്ന പ്രയാസം വരിക. അപ്പൊ തുടക്കത്തിൽ എത്രയോ സാധ്യമാകുന്ന അത്രയും നിൽക്കണ്ടേ, എന്നിട്ട് പിന്നെ സാധ്യമാകാത്ത രൂപത്തിൽ അവിടെ ഇരിക്കണ്ട. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇതിപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് തന്നെ ഈ രൂപത്തിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്തു കഴിഞ്ഞാൽ 4 മദ്ഹബിലും എന്താകൂല, അവരുടെ നിസ്കാരം സഹിയാകൂല എന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പൊ റഹ്മത്തുൽ ഉമ്മ ഫി ഇഖ്തിലാഫിൽ ഇമ്മ എന്ന് പറയുന്ന കിതാബ്, ഇത് 4 മദ്ഹബും വിശദീകരിക്കുന്ന ഒരു കിതാബ് തന്നെയാണ്. എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുണ്ട്. നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് അത് 4 മദ്ഹബും ഒത്തു സമ്മതിച്ച കാര്യം തന്നെയാണ്. ആർക്കെങ്കിലും സാധ്യമാകുന്നതിനോട് കൂടെ, നിൽക്കാൻ സാധ്യമാകുന്നതിനോട് കൂടെ എങ്ങാനും ഇരുന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം തന്നെ സഹീഹല്ല. അപ്പൊ പിന്നെ അശക്തതയിലാകുമ്പോൾ നിൽക്കാനേ കഴിയില്ല ഒരാൾക്ക്. കഴിയൂലെങ്കിൽ അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ആ റൂട്ട് തന്നെയാണ് 4 മദ്ഹബും പോയിട്ടുള്ളത്. ഏതായാലും നമ്മുടെ മദ്ഹബാവുന്ന ശാഫിഈ മദ്ഹബിൽ വളരെ കണിശമായിക്കൊണ്ടത് പറയുന്നുണ്ട്. ഒരു നിലക്കും ഈ പറയുന്ന നിൽക്കാൻ കഴിവുള്ള ഒരാള് ഈ പറയുന്ന ഇരിക്കാൻ പറ്റൂല എന്നുള്ളത്.